നമ്മൾ ഇത്രയും കാലം ജീവിച്ച നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് മാറ്റേണ്ടി വരുന്ന ഒരു ഏർപ്പാടാണ് കല്യാണം. തോന്നിയ പോലെ മുന്നും പിന്നും നോക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന പഴയ ലൈഫിൽ നിന്ന് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും കല്യാണത്തിന് ശേഷമുള്ള ജീവിതം. പ്രത്യേകിച്ച് കല്യാണം എന്നത് രണ്ട് ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് പകരം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാകുന്ന നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്ന ഇൻട്രോവേർട്ടുകളുടെ കാര്യമോ? ആരായിരിക്കണം ഇൻട്രോവേർട്ടായ ഒരാളുടെ പാർട്ട്ണർ? എന്ത് നോക്കിയാകണം ഇൻട്രോവേർട്ട് തന്റെ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുക? ഇൻട്രോവേർട്ട് ആരാണ്, എക്സ്ട്രോവേർട്ട് ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തങ്ങളുടെ സ്വഭാവം സൊസൈറ്റി അംഗീകരിക്കില്ല എന്നതുകൊണ്ടും അതുപോലെ കൂടുതൽ ആൾക്കാരോട് കല്യാണത്തിന് ശേഷം ഇടപഴകേണ്ടി വരും എന്നതുകൊണ്ടും കല്യാണം കഴിക്കുക എന്നത് പൊതുവിൽ തന്നെ ഇൻട്രോവേർട്ടുകൾക്ക് പേടിയുള്ളൊരു കാര്യമാണ്. പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത് എല്ലാവരും നോക്കി തന്നെ ചെയ്യേണ്ട കാര്യമാണെങ്കിലും ഇൻട്രോവേർട്ടുകളെ സംബന്ധിച്ചോളം ചുമ്മാ നോക്കിയാൽ മാത്രം പോരാ. കാരണം അവരുടെ ചെറിയൊരു കംഫോർട്ട് സർക്കിളിലേക്ക് പുതിയൊരാളും കൂടി വരികയാണ്. പൊതുവെ കല്യാണക്കാരും വരുമ്പോൾ ഇൻട്രോവേർട്ട് ആയ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് താൻ ആരെ കല്യാണം കഴിക്കണമെന്നത്. അതായത് തന്നെ പോലത്തെ ഇൻട്രോവേർട്ട് ആയ ഒരാളെ കല്യാണം കഴിക്കണോ അതോ തന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറായ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണോ എന്നത്. അതിന്റെ ഉത്തരം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഇനി ഇൻട്രോവേർട്ട് ആണെങ്കിലും എക്സ്ട്രോവേർട്ട് ആണെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. നിങ്ങളുടെ ഇൻട്രോവേർട്ട് ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. നിങ്ങളുടെ പാർട്ട്ണർ ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. പാർട്ട്ണർ എക്സ്ട്രോവേർട്ട് ആണെങ്കിലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ ഇൻട്രോവേർട്ട് സ്വഭാവം ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ പറ്റിയാൽ അതിൽ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. നിങ്ങളുടെ നെഗറ്റീവുകൾ, അതായത് മറ്റുള്ളവരോട് ഇടപഴകുന്നതും കൂട്ടത്തിൽ സംസാരിക്കുന്നതും എല്ലാം നിങ്ങളുടെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പാർട്ട്ണറിന് വളരെ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ പല സിറ്റുവേഷനിൽ നിന്നും രക്ഷിക്കാൻ നിങ്ങളുടെ പാർട്ട്ണറിന് പറ്റും. പാർട്ട്ണറിന്റെ ഫാമിലി ആയിട്ട് നിങ്ങൾക്കൊന്ന് കംഫോർട്ട് ആകാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പാർട്ട്ണറിന് പറ്റും. ചിന്തിച്ചു ചെയ്യേണ്ട പല കാര്യങ്ങളിലും നിങ്ങളുടെ എക്സ്ട്രോവേർട്ട് ആയ പാർട്ട്ണറിനെ നിങ്ങൾക്കും സഹായിക്കാം. അതായത് നിങ്ങൾ രണ്ടുപേരും നല്ല പാർട്ട്നേഴ്സ് ആയിരിക്കും. എന്നാൽ ചിലപ്പോൾ എക്സ്ട്രോവേർട്ട് ആയ നിങ്ങളുടെ പാർട്ട്ണറിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായത് കൊണ്ടും നിങ്ങൾക്ക് കാര്യമായിട്ട് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ ഈഗോ അടിച്ചാൽ അല്ലെങ്കിൽ അസൂയ തോന്നിയാൽ എൻ്റെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ സങ്കടം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. അവർ എക്സ്ട്രോവേർട്ട് ആണ്, അവരുടെ സ്വഭാവം അതാണ്. നിങ്ങളുടെ ഇൻട്രോവേർട്ട് ക്യാരക്ടർ അവർ ആക്സെപ്റ്റ് ചെയ്തതുപോലെ അവരുടെ എക്സ്ട്രോവേർട്ട് ക്യാരക്ടറും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി നിങ്ങളുടെ പാർട്ട്ണർ ആകാൻ പോകുന്ന ആൾ എക്സ്ട്രോവേർട്ട് ആണ്, പക്ഷെ ആൾക്ക് ഇൻട്രോവേർട്ട് എന്താണെന്ന് അറിയില്ല, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആള് നമ്മുടെ സമൂഹം വിചാരിക്കുന്നത് പോലെ നന്നായി സംസാരിക്കുന്ന ആൾക്കാർ മര്യാദ ഉള്ളവരാണ്, നല്ല സ്വഭാവം ഉള്ളവരാണ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ കല്യാണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം ഒരു ദുരന്തമായിരിക്കും. നിങ്ങളെ നിങ്ങളുടെ പാർട്ട്ണർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മാറ്റാൻ പറ്റാത്ത ഈ ഇൻട്രോവേർട്ട് ക്യാരക്ടർ മാറ്റാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾ കറക്റ്റ് ആളാണോ എന്ന് ഒന്നും കൂടി ആലോചിക്കുക. ഇനി നിങ്ങളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു, നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയാണെങ്കിൽ അവരെ ഇൻട്രോവേർട്ട് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങൾ രണ്ടുപേരും ഇൻട്രോവേർട്ട് ആണെങ്കിൽ, മുമ്പ് പരിചയമുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കാൻ വേറെ ഒരാൾക്കും പറ്റില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നിങ്ങളുടെയോ പാർട്ട്ണറിന്റെയോ ഫാമിലിയെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിലെ ഓക്വേർഡ് സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും നിങ്ങളുടെ പാർട്ട്ണറിന് പറ്റണമെന്നില്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയുള്ളൂ. ഇനി പാർട്ട്ണർ ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഒന്ന് സംസാരിച്ച് അറ്റാച്ച്മെന്റ് ആകാൻ ഒരുപാട് സമയമെടുക്കും. രണ്ടുപേരും അധികം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഇൻട്രോവേർട്ട് ആകുമ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ ഇടയിൽ ഒരുമാതിരി ചാർലി ചാപ്ലിൻ സിനിമ പോലെ കൂടുതൽ സൈലൻസ് ആയിരിക്കും ഉണ്ടാവുക. പരസ്പരം ഒന്ന് കംഫോർട്ട് ആകുന്നവരെ. അതിൻ്റെ ഇടയിൽ വല്ല പിണക്കവും ഉണ്ടായാൽ നിങ്ങൾ രണ്ടുപേരും അധികം സംസാരിക്കാത്ത ആൾക്കാരായതുകൊണ്ട് മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ട് നടക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തീരണം എന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാതെ പിണക്കത്തിലേക്ക് പോകാനും അത് വലിയ പ്രശ്നമാകാനൊക്കെ ചാൻസ് ഉണ്ട് വൺസ് അറ്റാച്ച്മെന്റ് ആകുന്നവരെ. പക്ഷെ അറ്റാച്ച്മെന്റും കംഫോർട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാൻ കഴിയും. നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെക്കാതെ പരസ്പരം മാക്സിമം സംസാരിക്കുക. അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരിക്കലും തീർന്നില്ലെന്നും വരാം. അതായത് ഒരു ഇൻട്രോവേർട്ട് ആരെ പാർട്ട്ണർ ആക്കുന്നു എന്നതല്ല, നിങ്ങളുടെ ക്യാരക്ടർ അറിയാവുന്ന, ഇൻട്രോവേർട്ട് സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എത്രത്തോളം കംഫോർട്ട് തോന്നാറുണ്ടോ അത്രത്തോളം തന്നെ കംഫോർട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നണം. അങ്ങനെ ഒരാളെ വേണം നിങ്ങൾ കല്യാണം കഴിക്കാൻ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ ചുമ്മാ ചാടി കയറി കല്യാണം കഴിക്കാതെ അങ്ങനെ ഒരാൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നരകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ. അതൊരു ഇൻട്രോവേർട്ടിന്. നിങ്ങൾ ഒരു ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ആരെ കല്യാണം കഴിക്കണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കൂടുതൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും.